ഫസ്റ്റ് തന്നെ നമുക്കൊരു ബൗൾ എടുക്കാം. ഈ ബൗളിലേക്ക് നമുക്കൊരു 1.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ആവശ്യത്തിനുള്ള ഉപ്പാണ്. ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർക്കാം. പിന്നെ നല്ല ചൂടുവെള്ളമാണ് ചേർക്കേണ്ടത്. ഞാൻ ഏകദേശം ഒരു 3/4 കപ്പോളം ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഒഴിച്ച് കുഴച്ചെടുക്കുക. നമ്മൾ സാധാരണ ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കുമ്പോൾ ഒരു ഡോ റെഡിയാക്കില്ല, ആ ഒരു പരുവത്തിൽ വേണം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടുള്ള വെള്ളമാണ് നിങ്ങൾ ഇതിലേക്ക് ചേർക്കേണ്ടത്. അപ്പോൾ ഞാൻ ഏകദേശം ഒരു കണക്കാണ് പറഞ്ഞത്, 3/4 കപ്പ് വെള്ളം എന്ന്. അപ്പോൾ ചൂടുവെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം ഇതുപോലെ ഒഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ലാസ്റ്റായിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ കൂടിയിട്ട് ഒഴിക്കണം. അപ്പോൾ ഫസ്റ്റ് നമ്മളിതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് നമുക്കിതിലേക്ക് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. പിന്നെ നമുക്ക് കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചത് കൊണ്ട് നല്ല സോഫ്റ്റ് തന്നെയാണ് കേട്ടോ, അല്ലാതെ ഭയങ്കര ഹാർഡല്ല. ഇതിങ്ങനെ കുഴച്ചെടുക്കാൻ വലിയ പാടൊന്നും ഇല്ല, സിമ്പിളാണ്. നമ്മൾ കുറച്ച് നേരം ഒരു 10 മിനിറ്റോളം കുഴച്ചെടുത്താൽ അത്രയും നല്ലതാണ്, നല്ല സോഫ്റ്റ് ആയിട്ട് ഇത് കിട്ടും. എന്നിട്ട് നമുക്കിത് ഇതുപോലെ നമ്മൾ സാധാരണ ചപ്പാത്തി കുഴയ്ക്കുമ്പോൾ ഇതുപോലെ ആക്കിയിട്ടല്ലേ ഓരോ ബോൾസ് റെഡിയാക്കുന്നത്, അതുപോലെ റെഡിയാക്കിയിട്ട് എടുക്കാം. ശരിക്കും നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കത്തിയിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ ഇതുപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒട്ടിപ്പിടിക്കാണ്ട് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. കണ്ടോ, ഇതുപോലെ അങ്ങ് ചെയ്തെടുത്താൽ മതിയാവും. ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കൊരു ബൗളിലേക്ക് ഒരു അല്പം ഓയിൽ, 1 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നതിന് ശേഷം നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഡോ എല്ലാം കൂടിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഏകദേശം അരമണിക്കൂറെങ്കിലും ഇതൊന്ന് മാറ്റി വെക്കണം കേട്ടോ. അരമണിക്കൂറിന് ശേഷം നമുക്ക് എടുക്കാം. ഇതിൻ്റെ മുകളിലും ഒരല്പം ഓയിൽ ഒഴിച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ മുട്ടക്കോസ് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം. ഈ ഒരു പീസ് മതിയാവും കേട്ടോ, ഇതെല്ലാം കൂടിയിട്ട് വേണ്ട. ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഫോട്ടോയിൽ എല്ലാം കൂടെ കാണിച്ചു എന്നേ ഉള്ളൂ. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുക. ചോപ്പർ ഉണ്ടെങ്കിൽ അതിലിട്ടിട്ട് ചോപ്പ് ചെയ്യുന്ന എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്തു. ഇത് നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ട് ഇതൊരു ബൗളിലേക്ക് ഇടാം. അതുപോലെ ഞാൻ 2 ക്യാരറ്റ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തു, അതുകൂടി ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സവാള, പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർക്കണം. പിന്നെ ചേർക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ വിനാഗിരി മസ്റ്റാണ്. അതുകൂടെ ചേർക്കുമ്പോഴേ ഇത് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടത്തുള്ളൂ. ഞാൻ ഈ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. ഒരു സലാഡ് പോലെ ചെയ്തിട്ട് ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ 2 രീതിയിൽ നല്ല സ്പൈസി ആയിട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അടുപ്പിലൊരു പാൻ വെച്ചിട്ട് ഒരല്പം ഓയിൽ ഒഴിക്കുക, വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അല്പം ജീരകം ഇട്ടൊന്ന് പൊട്ടിക്കുക. എന്നിട്ട് ഈ വെജിറ്റബിൾസ് ഇത്രയും കൂടിയിട്ട് നമ്മളിപ്പോൾ ചേർത്ത ഇത്രയും കൂടിയിട്ട് ഒന്ന് വഴറ്റിയെടുത്തിട്ട് ഒരല്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ചാറ്റ് മസാല ഉണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചാറ്റ് മസാല ഇല്ലെങ്കിൽ ഗരം മസാല, ഇത്രയും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് നേരം സോട്ട് ചെയ്താൽ ഇതിനൊരു ടേസ്റ്റ് കാണത്തില്ല. 1 മിനിറ്റിൽ കൂടുതൽ സോട്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ അരമണിക്കൂറായിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്നും തന്നെ ഓയിൽ നമുക്ക് കൗണ്ടർ ടോപ്പിലോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഓയിൽ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ, എന്നാലും ഇത് നന്നായിട്ട് പരത്തിയെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ചെറുതായതുകൊണ്ട് ഞാനിപ്പോൾ 2 എണ്ണം കട്ട് ചെയ്തത് 1 എണ്ണം ആക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഏറ്റവും ചെറുതാക്കണ്ട കേട്ടോ. ഫസ്റ്റ് കട്ട് ചെയ്തില്ല ഞാൻ, ആ ഒരു വലിയ പീസ് വേണം നമുക്ക് വേണ്ടത്. എന്നിട്ട് ഇതുപോലെ നീളത്തിലങ്ങ് പരത്തി കൊടുക്കുക. പ്രസ് ചെയ്ത് നീളത്തിൽ മാക്സിമം ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തിട്ട് കൊടുക്കാം. ചുറ്റിനും ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് ഒന്ന് വലുതാക്കി എടുക്കുക, അത്രയേ ഉള്ളൂ. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ വെച്ച് കൊടുക്കാം. നമുക്ക് മാക്സിമം പരത്തിയെടുക്കാൻ പറ്റുന്ന അത്ര വലുതാക്കി പരത്തിയാൽ അത്രയും നല്ലതാണ് കേട്ടോ. ഇനി ഫസ്റ്റ് നമുക്ക് ഇവിടുന്ന് ഒന്ന് മടക്കി കൊടുക്കണം. കണ്ടോ, ഫസ്റ്റ് ഇവിടുന്ന് ഫുള്ളായിട്ട് മടക്കി കൊടുക്കുക. അതുപോലെ തന്നെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തെ സൈഡിലോട്ടും ഇതുപോലെ ഒന്ന് കവർ ചെയ്യാൻ നോക്കുക. അതാണ് നന്നായിട്ട് പരത്തുകയാണെങ്കിൽ നല്ലപോലെ ഫിറ്റായിട്ട് ഇതിരിക്കും. അപ്പോൾ നന്നായിട്ട് പരത്തിയെടുക്കാൻ മാക്സിമം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. എന്നിട്ട് ഇനി ചെയ്യേണ്ടത് ഇവിടുന്ന് ഇതുപോലെ ഒന്ന് റൗണ്ടിനൊന്ന് ചുറ്റി കൊടുക്കുക. അവിടെ നിന്ന് ജസ്റ്റ് പൊട്ടിപ്പോയിട്ടുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നല്ല പൊട്ടിപ്പോകുന്നതാണെങ്കിൽ ഒന്നുകൂടി ഒന്ന് പരത്തിയെടുത്താൽ മതി. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പരത്തുക, അത് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് പ്രസ് ചെയ്യുക. ഓവറായിട്ട് പ്രസ് ചെയ്യരുത്, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം. വീണ്ടും ഓയിൽ ഒഴിച്ച് വേണം അടുത്തത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്.
അപ്പോൾ ഞാൻ ഇതെല്ലാം കൂടിയിട്ടൊന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അടുപ്പിലോട്ട് ഒരു പാൻ വെച്ചിട്ട് ഒരല്പം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് ഒഴിച്ചിട്ടില്ല, കുറച്ചേ ഒഴിച്ചിട്ടുള്ളൂ. ഇതിലേക്ക് നമുക്ക് 2 എണ്ണം വെച്ച് ഫ്രൈ ചെയ്യാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടുക, കാരണം തീ കൂട്ടി വെച്ചാൽ ഇത് പെട്ടെന്ന് ആയി കിട്ടും, പക്ഷെ അകമൊന്നും വെന്ത് കാണില്ല. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് മാക്സിമം നല്ല ഗോൾഡൻ ഷെയ്ഡിലാകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, നല്ല 2 ഭാഗവും നല്ലപോലെ ഗോൾഡൻ ആവണം. കുറച്ച് ടൈം എടുക്കും, മെനക്കെട്ട് തന്നെ ചെയ്യണം കേട്ടോ. ടൈം എടുത്ത് ചെയ്താൽ നന്നായിട്ട് വെന്ത് കിട്ടും. അല്ല പെട്ടെന്നൊക്കെ നിങ്ങൾ തീ കൂട്ടിയിടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നങ്ങ് കരിഞ്ഞു പോവുകയുള്ളൂ, നന്നായി കിട്ടില്ല, അകമൊന്നും നന്നായി കിട്ടില്ല. അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ഞാൻ 2 സ്പൂൺ വെച്ച് ചെയ്യുന്നത് ഇതിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഈ ചുറ്റിനും ഒന്ന് നന്നായിട്ട് നല്ലൊരു ഗോൾഡൻ ഷെയ്ഡിലോട്ട് വരണം. അപ്പോൾ 2ൻ്റെയും ഈ 2 ഭാഗം എല്ലാ അടിഭാഗവും ഒന്ന് ചുറ്റിച്ച് കൊടുത്ത് ഒന്ന് നല്ലൊരു ഗോൾഡൻ ഷെയ്ഡ് ആവുന്ന വരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. ഓയിൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാൻ പ്രശ്നമൊന്നുമില്ല. ഇതിപ്പോൾ അടിഭാഗവും അതുപോലെ 2 ഭാഗവും സൈഡും ഒക്കെ നല്ല ഷെയ്ഡിലോട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 10 മിനിറ്റ് എടുത്തു കേട്ടോ, കാരണം അത്രയും ടൈം എടുത്താലാണ് ഇത് നന്നായി കിട്ടുക. പിന്നെ തീ നന്നായിട്ട് കുറച്ചിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്തായാലും ഇതുപോലെ ഞാൻ ബാക്കിയുള്ളത് കൂടി ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യണേ. ശരിക്കും ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പൊറോട്ട ഇല്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റ് ആട്ടോ ഇതിനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ബെല്ലൈക്കൺ മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്കതൊരു നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. പിന്നെ നമുക്കിത് സോസിൻ്റെ കൂടെയൊക്കെ കഴിക്കാം കേട്ടോ. അതുപോലെ തന്നെ ഗാർലിക് സോസ് ഇല്ല, അതിൻ്റെ കൂടെയൊക്കെ കഴിച്ചാൽ നല്ല ടേസ്റ്റി ആയിരിക്കും. എന്തായാലും പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.